ഓഗ്മെൻ്റ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും ദൃശ്യ സാങ്കേതിക വിദ്യയുടെ അങ്ങേ അറ്റത്തെ ചിത്രമാ വെളിപ്പാട് പുസ്തകവും ചില പ്രവചനങ്ങളും. ഇന്ന് നമ്മൾ സ്ക്രീനിൽ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത് കാണാറുണ്ട്, വീഡിയോ ദൃശ്യങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ പ്രത്യേക കണ്ണടകൾ വെച്ച് നോക്കിയാൽ നമുക്ക് ത്രിമാന ചിത്രങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഓഗ്മെൻ്റ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഒക്കെ ഉള്ള ഈ കാലത്ത് നമുക്ക് നമ്മുടെ ചുറ്റുമായി നമ്മളൊരു ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ആ കാട് നമ്മുടെ ചുറ്റും നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൃഗങ്ങൾ നമ്മുടെ നേരെ ചാടി വരുന്നത് പോലെ നമുക്ക് തോന്നും. അതാണ് ഈ ഓഗ്മെൻ്റ് റിയാലിറ്റിയുടെയും വെർച്വൽ റിയാലിറ്റിയുടെയും പ്രത്യേകത. അത് ചിത്രങ്ങൾ അയക്കുന്ന രീതിയാണ്. രണ്ട് പാനലുകൾക്കിടയിൽ ഒരാളെ നിർത്തി അഭിനയിപ്പിച്ചിട്ട് ആ വ്യക്തിയുടെ അതേ രൂപം വേറൊരിടത്ത് അയാൾ സഞ്ചരിക്കുന്നതും നടക്കുന്നതും തന്നെ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയാണ് വെർച്വൽ ആൻഡ് ഓഗ്മെൻ്റ് റിയാലിറ്റി. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര ഭയങ്കര പരിപാടിയാണ് ദൈവത്തിൻ്റെ വീഡിയോയിൽ. അവനത് ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ചു എന്നല്ലേ എഴുതിയേക്കുന്നേ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു വീഡിയോ പ്രദർശനമാണ്, ദൂതൻ മുഖാന്തരം. ആ വീഡിയോയുടെ പ്രത്യേകത എന്താ? ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആ വീഡിയോയിൽ ഒരാളായിട്ട് നിൽക്കാൻ പറ്റും. ആ വീഡിയോയിൽ ചിലരോട് ആശയവിനിമയം ചെയ്യാനും പറ്റും. ഇത് മനുഷ്യന് പറ്റുകയില്ല ഇങ്ങനൊരു റിയാലിറ്റി സംഘടിപ്പിക്കാൻ. പറഞ്ഞാൽ മനസ്സിലായോ? സിനിമ ഏറ്റവും മികച്ച രീതിയിൽ ഉണ്ടാക്കിയത് ദൈവമാണ്. പക്ഷേ ലോകത്തിൽ സിനിമ എന്ന മീഡിയയെ ഉപയോഗിക്കുന്നത് സാത്താൻ്റെ ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ്റെ അധികാരങ്ങളാണ്, ഫ്രീമേസണിസ്റ്റുകളാണ്. ഹോളിവുഡ് എന്ന സാത്താൻ ആരാധനാ കേന്ദ്രമാണ്. അത് ബോളിവുഡ് ആണെങ്കിലും ഹോളിവുഡ് ആണെങ്കിലും ടോളിവുഡ് ആണെങ്കിലും മോളിവുഡ് ആണെങ്കിലും എന്ത് വുഡാണെങ്കിലും ചലച്ചിത്ര വ്യവസായം മുഴുവൻ സാത്താൻ്റെ കയ്യിലിരിക്കുകയാ. സാത്താൻ്റെ മുദ്രകൾ ഇലൂമിനാട്ടി വളരെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെടുന്ന ചലച്ചിത്രങ്ങളിലെ നിലനിൽപ്പുള്ളൂ. പക്ഷേ ഇത് സാത്താൻ കൈയടക്കിയതാണ്. അതിന്റെ ഒറിജിനൽ നിർമ്മാതാവ് ദൈവമാ. ആ കലയുടെ ഒറിജിനൽ ഉടമസ്ഥൻ ദൈവമാ. അതുകൊണ്ട് കാശുള്ളവൻ മുടക്കണം യേശുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ചലച്ചിത്രങ്ങൾ എടുക്കാൻ.